ഹലോ ഗായ്സ്, ഇന്ന് ഡേ 3 ആണ്. സ്ട്രെച്ചിങ്ങും വാമപ്പും കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കളരിയിലെ കാലുകളിലേക്ക് തന്നെയാണ്. ഇന്ന് മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത് കളരിയിൽ ഇരുത്തിക്കാലായിരുന്നു. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്ത് ഫേസിൻ്റെ അതേ ലെവലിൽ വെച്ചിട്ട് ഇന്നർ ആൻഡ് ഔട്ടർ റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ കിക്കിൻ്റെ ഹൈറ്റ് ഇമ്പ്രൂവ് ആകാനുള്ള മറ്റൊരു വർക്കൗട്ടും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. കിക്കുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് പ്രാക്ടീസ് ചെയ്തത് ഫ്രണ്ട് കിക്കും റൗണ്ട് ഹൗസുമാണ്. 20 കൗണ്ട് വെച്ചാണ് ഓരോ കിക്കും ഓരോ ലെഗിനും പ്രാക്ടീസ് ചെയ്തത്. ഫുട്ട് വർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആകാൻ സഹായിക്കുന്നതുകൊണ്ട് സ്കിപ്പർ ഒപ്പ് ഞാൻ മിക്ക ദിവസവും ചെയ്യാറുണ്ട്. അതിനുശേഷം ചെസ്റ്റ് ടു ഗ്രൗണ്ട് ബർഫിലോട്ട് കയറി. നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ് ചെസ്റ്റ് ടു ഗ്രൗണ്ട് ബർഫീസ്. 10ന്റെ 2 സെറ്റാണ് ചെയ്തത്. കാർട്ട് വീലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അങ്ങനെ 10ന്റെ 2 സെറ്റ് കാർട്ട് വീല് ട്രൈ ചെയ്തു. അടുത്തത് ഒരു വെറൈറ്റിക്ക് വേണ്ടി സ്റ്റിക്കും ലഞ്ചക്കും കൂടി ഒരുമിച്ചെടുത്തു. ഒരു കയ്യിൽ സ്റ്റിക്കും ഒരു കയ്യിൽ ലഞ്ചക്കും വെച്ച് റൊട്ടേഷൻ ചെയ്ത് നോക്കി. ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഫാറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ബാറ്റിൽ റോപ്പ് ഉപയോഗിച്ചുള്ള വർക്കൗട്ടായിരുന്നു നടത്തത്. 30 സെക്കൻഡ്സിൻ്റെ 3 സെറ്റ് ചെയ്ത് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. ഹാൻഡ് സ്റ്റാൻഡ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും മാറ്റിൻ്റെ മിഡിൽ ഭാഗം എത്തുമ്പോഴത്തേക്കും ബാലൻസ് പോകുന്നുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യക്കാരുടെ മെയിൻ വർക്കൗട്ട് എക്യുപ്മെൻ്റായ മുദ്ഗർ ഉപയോഗിച്ചുള്ള വർക്കൗട്ട് 5 മിനിറ്റ് പ്രാക്ടീസ് ചെയ്തു. ലാസ്റ്റ് സെക്ഷനായ യോഗയിലേക്ക് കടന്നു. യോഗയിലെ അത്യാവശ്യം ഇൻ്റർമീഡിയറ്റ് പോസുകൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം സ്ട്രെച്ച് ചെയ്തു. ഇപ്പം എൻ്റെ ബോഡി കണ്ടീഷൻ ഇങ്ങനെയാണ്. 90 ഡേയ്സ് കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും അടുത്ത വീഡിയോ കാണാം.